കിണറും ടാങ്കും പൈപ്പും മോട്ടറും കൂടി പഞ്ചായത്ത് തന്നു. 10-20 വർഷം മുമ്പ് തന്നാണ്. അത് കേടുപാട് വന്നപ്പം ഞങ്ങൾ പൈസ പിരിച്ച് ഇങ്ങനെ നേരാക്കാറുണ്ട്. 20-22 വീട്ടുകാർക്ക് വെള്ളം, 10-12 വീട്ടുകാർക്ക് വെള്ളം ഈ ടാങ്കിൽ നിന്ന് കിട്ടുള്ളൂ. പറ്റ പൊക്കം കൂടിയ വീടുകൾ കാരണം വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ബ്ലോക്കിൽ ഒരു അപേക്ഷ കൊടുത്ത് ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു ടാങ്കും ഒരു പില്ലറും കൊണ്ട് ഏൽപ്പിച്ചു ഇവിടെ. ഇനി അതിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടി പൈപ്പും മോട്ടറും വേണം, കിണറും വേണം. എന്നാലേ മറ്റേ 10-20 വീട്ടുകാർക്ക് വെള്ളം കുടിക്കാൻ കിട്ടുള്ളൂ. വീട്ടിലേക്ക് പോകുന്ന ഒരു കണ്ണാണ്. അതിൽ ഓരോ വീട്ടിലേക്കും നമ്മൾ വേണമെങ്കിൽ ഓസ് ഇട്ടിട്ട് എടുക്കുക വെള്ളം വരുന്ന കാലത്ത്. അങ്ങനെ 2 പൈപ്പ് ഇപ്പുറം പൈപ്പ് ഇട്ടിട്ട് അവർ പോയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെള്ളം വരുന്ന കാലത്ത് ഒരു ഓസ് ഇട്ടിട്ട് വീട്ടിലേക്ക് എടുത്തു കൊടുക്കുക. അത് നമ്മൾ പൈസ മുടക്കുക. ഒരു തുള്ളി വെള്ളം ആ ടാങ്കിൽ വന്നിട്ടില്ല. 2-3 കൊല്ലം കൊണ്ട് ടാങ്ക് നോക്കുവച്ചാൽ നിൽക്കുക. ഞാൻ രാവിലെ അമ്പലത്തിൽ വരുമ്പോൾ രാവിലെ വൈകുന്നേരം കൂടെ വരുമ്പോൾ എനിക്കൊരു കണി കാണാൻ വേണ്ടി എനിക്കത് സാധനമാണ്. ബ്ലോക്കിൻ്റെ പൈപ്പാണ് ഇത്. ഈ ടാങ്ക് എന്ന് ഓരോ വീട്ടിലേക്ക് 5-8 വീട് കൊടുക്ക് പോകുന്ന പൈപ്പ്. എന്നിട്ട് ഓരോ സ്ഥലത്ത് ഓട്ടപ്പെടുത്തിയിട്ട് വീട്ടിൻ്റെ ഭാഗത്ത് ഞാൻ കാണിച്ചെന്നില്ലേ, അതുപോലെ ഓട്ടപ്പെടുത്തിയിട്ട് ഇട്ടിരിക്കുക. അതൊന്ന് കണക്ഷനെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. അത് വെള്ളം വരുമ്പോഴേ ഉള്ളൂ കേട്ടോ. അപ്പം ഓസും കണക്ഷനും ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതിങ്ങനെ ഈ പൈപ്പിൽ ഇങ്ങനെ കൊടുക്കുക, ഇതിങ്ങനെ കൊടുക്കുക. ഈ ടാപ്പ് വെള്ളം വരുന്ന കാലത്ത് ഇങ്ങനെ ആക്കുക. ഇല്ലെങ്കിലോ ഇപ്പം 2 കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടക്കുക. വെള്ളം എങ്ങോട്ട് കയറും എന്നുള്ളതാണ്.